അപ്പോ നമുക്ക് എല്ലാവർക്കും നിറഞ്ഞ കൈയടിയോടുകൂടി സ്വാഗതം ചെയ്യാം. മനോജ് പത്തനംതിട്ട. ഉത്സവം നടക്കുമല്ലേ? മേളൊന്നും കൊഴിപ്പിക്കാൻ വേണ്ടി വന്നതാ. വന്നാട്ടെ. ത്രിമൂർത്തികളുടെ ക്ഷേത്രമല്ലേ? ത്രിമൂർത്തികൾ ഇരിക്കുന്നു. ഈ ത്രിമൂർത്തി വരട്ടെ. വന്നാട്ടെ. അയ്യോ പോവാനല്ല, വന്നാട്ടെ. വരും. ഇത് ഞങ്ങളുടെ ചട്ടമേളക്കാരുടെ ശൈലിയാ. ഓഹോ, മനസ്സിലായി. നേരെ പറഞ്ഞ ശീലമില്ല, പുറകോട്ട് പറഞ്ഞ. ഞങ്ങള് 2 സ്റ്റെപ്പ് മുന്നോട്ട് വെക്കും, 4 സ്റ്റെപ്പ് പുറമോട്ട് വെച്ചിട്ട് നടക്കുന്നത്. അത് കണ്ടായിരുന്നു. ഞാൻ പ്രശസ്ത കൈമണി വിദ്വാൻ കൈപ്പുഴ കൈമണിയൻ. കൈപ്പിഴയോ? കൈപ്പിഴയല്ല, കൈപ്പുഴ കൈമണിയൻ. കൈപ്പുഴ. എന്റെ കുറെ ഞാൻ കൈമണി കുറെ സ്റ്റെപ്പുകളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ കൈമണിയിൽ കുറെ രാഗങ്ങളുണ്ട്. രാഗങ്ങൾ താളമാണോ രാഗമാണോ? നിങ്ങൾ ആദ്യം പറയും. താളമുണ്ട്, രാഗമുണ്ട്. എന്നാ രാഗം എന്താണെന്ന് പറയും. രാഗം എന്ന് പറഞ്ഞാൽ ഒന്ന് പൊത്ത്, പിന്നെ ഒന്ന് മലർത്ത്. പിന്നെ ക്ലാഞ്ചൽ എന്ന് പറഞ്ഞില്ല അവസാനം. എന്തോ പേരൊന്നുകൂടി പറഞ്ഞേ. പൊത്ത്, പരത്ത്, ക്ലാഞ്ചൽ. പൊത്ത്, പരത്ത്, ക്ലാഞ്ചൽ. സാധാരണ നമ്മൾ ഈ റോഡ് ഷോയ്ക്കൊക്കെ പോകുന്ന വഴിക്ക് റോഡിലൊക്കെ ഭയങ്കര ചൂടും വെയിലും ഒക്കെ ആയിരുന്നു. ഭയങ്കര സംഭവം. അന്നേരം സൂര്യാഘാതം വെക്കുന്ന സമയമാണ്. ഈ സൂര്യൻ വന്ന് അടിച്ച സൂര്യാഘാതം. ആ സമയത്തൊക്കെ ഭയങ്കര 2 കിലോമീറ്റർ ദൂരമൊക്കെ നടക്കണം. നമ്മൾ ദൂരത്തൊരിഞ്ഞ് നടന്നു പോകണം. അപ്പോഴാണെങ്കിൽ നമ്മുടെ ശരീരമൊക്കെ വിയർത്ത് സൂര്യപ്രാശം നമ്മുടെ പുറത്തോട്ട് അടിക്കുമ്പോഴല്ലോ വോൾവോ പ്ലസ് ബസ്സിന്റെ ഗ്ലാസ് വാങ്ങുന്ന പോലെ തിളങ്ങും പുറം. ആ സമയത്ത് നമ്മളങ്ങ് ക്ഷീണിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ പൊത്തെന്ന് പറയുന്നത്. ഞാൻ കാണിച്ചു തരാം. ക്ഷീണിച്ചു പോകുന്ന സംഭവം. പിന്നെ പരത്തൽ എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രങ്ങളൊക്കെ നമ്മൾ പോയി കഴിയുമ്പോഴേ നല്ല കൊഴുപ്പായിരിക്കും സമയത്ത്. അപ്പൊ നമ്മുടെ ഈ മേളക്കാരെ തൊട്ട് ഫ്രണ്ട് നിൽക്കും കുറെ തല്ലിപ്പുള്ളി പെണ്ണുങ്ങൾ ഇങ്ങനെ തിരഞ്ഞിരിക്കും. തലപ്പുള്ളി കയ്യിലൊക്കെ സാധനങ്ങൾ ഇങ്ങനെ താലപ്പൊലി പെണ്ണുങ്ങൾ. ആ പെണ്ണുങ്ങൾ ഇങ്ങനെ നിരന്നിരിക്കുന്ന സംഭവം. അപ്പൊ നമ്മൾ അടിച്ചങ്ങോട്ട് കൊടുത്തു വരുന്ന സമയത്ത് കളേഴ്സ് ഒക്കെ ഇങ്ങനെ സൈഡ് ഇരിക്കുമല്ലേ? അപ്പൊ നമ്മൾ ചെയ്യുന്നതാണ് പരത്തൽ. ഞാൻ കാണിച്ചു തരാം. ഇതാ പരത്തൽ. കാഞ്ചലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ ഇത്തിരി ക്ഷീണിച്ച് കഴിയുമ്പോൾ നമ്മളങ്ങ് അവശനാവുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ നിൽക്കും. ഇലത്താളം കേട്ടിട്ടുണ്ട്. ഇലത്താളം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇല്ല, അറിയത്തില്ല. ഇലത്താളം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ കല്യാണത്തിനൊക്കെ പോയി കഴിയുമ്പോഴേ ഒന്നാമത്തെ സദ്യ കഴിയും, രണ്ടാമത്തെ സദ്യ കഴിയും. നമ്മൾ തെള്ളി നിൽക്കുക കയറാൻ വേണ്ടി. മൂന്നാമത്തെ സദ്യക്ക് നമ്മൾ വലിഞ്ഞു കയറി അവിടെ ഇരുന്ന് കഴിയുമ്പോഴത്തേന് ഇല കൊണ്ടിട്ടിട്ട് അവരങ്ങ് പോകും. പിന്നെ വിളമ്പാനത്തിന് താമസം വരും. നമ്മൾ ആ വിശപ്പ് കാരണം ഇലയിൽ ഇങ്ങനെ താളം അടിച്ചുകൊണ്ടിരിക്കും. അതാണ് ഇലത്താളം എന്ന് പറഞ്ഞ സംഭവം. പിന്നെ പഞ്ചവാദ്യം വേറെ സംഭവം. പഞ്ചവാദ്യം എന്ന് പറഞ്ഞ സംഭവം എന്താണ്? പഞ്ചവാദ്യം എന്ന് പറഞ്ഞാൽ 5 വാദ്യങ്ങൾ ചേർത്തിട്ടുള്ള കൊഴുപ്പിക്കുന്ന അല്ലേ? 5 പേര് വളഞ്ഞിട്ട് അടിക്കുന്ന പഞ്ചവാദ്യം എന്ന് പറഞ്ഞു. 5 പേര് വളഞ്ഞിട്ട് അടിക്കുന്നത് അല്ല, 5 വാദ്യങ്ങൾ വളഞ്ഞു വെച്ച് അടിക്കുന്ന സാധനമാണ് പഞ്ചവാദ്യം എന്ന് പറഞ്ഞത്. പിന്നെ കഥകളിക്ക് പോകുന്ന ഒരു പ്രക്രിയ ഉണ്ട് എനിക്ക്. കഥകളിക്ക് ചെയ്യും. കഥകളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഥകളിയിൽ നമ്മുടെ കലാമണ്ഡലം ജിജു മാഷിന്റെ കൂടെ. കലാമണ്ഡലം ജിജു മാഷ് എന്ന് പറഞ്ഞ മാഷുണ്ട് നമ്മുടെ വീട്ടിൽ അപ്പുറത്തെ. ഞങ്ങളൊരു അമ്പലത്തിൽ ക്ഷേത്രത്തിന് വേഷം ചെയ്തിട്ടിരിക്കുക. വേഷങ്ങൾ പലതുണ്ട്. അപ്പൊ ഇങ്ങനെ കലാമണ്ഡലം ജിജു മാഷ് ഞങ്ങൾ നമ്മുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പരിപാടി നടത്തുക. ഇങ്ങനെ കഥകളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിൽ ഒരു നിലവിളക്ക് ഇങ്ങനെ കത്തിച്ച് വെച്ചേക്കുന്നു. ജിജു മാഷ് ഇങ്ങനെ വേഷം കെട്ടി നിൽക്കുക. ആ സർക്കസ് കൂടാരത്തിന് പുറത്ത് ക്രിസ്മസ് ഫാദർ ഇരിക്കുന്ന പോലെ. കഥകളിയുടെ വേഷം ഇല്ല ഇങ്ങനെ നിൽക്കുന്നത്. അത് നിൽക്കുക. ഞാൻ പറയുന്നുണ്ട് ഇങ്ങനെ ഭയങ്കര കഥ ഏതായിരുന്നു? കഥ നീ സുപ്രഭാതമാണ് കളിക്കുന്നത്. സുപ്രഭാതം കേട്ടിട്ടുണ്ട്. ഈ സുപ്രു എന്ന് കേട്ടിട്ടില്ലയോ? ഇല്ല. ഈ പുരാണത്തിലുള്ള ഇതുള്ള കഥാപാത്രമാണ് ഈ സുപ്രു എന്ന് പറഞ്ഞ സംഭവം. ആരായി സുപ്രു? സുപ്രു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭീഷ്മാചാര്യ പിന്നെ മറ്റേ ദ്രോണരില്ലയോ? പുള്ളിയുടെ ഏറ്റവും അനിയൻ കൊച്ചനാണ് സുപ്രു എന്ന് പറഞ്ഞ സംഭവം. ആ പുള്ളിക്കാരനെ സുപ്രു എന്ന് പറഞ്ഞ പുള്ളി പുരാണത്തിന് ഭയങ്കര ആളല്ലായിരുന്നു. എനിക്കെന്തായാലും അറിയത്തില്ല. പുരാണം സുപ്രഭാതം നടക്കുക. ജിജുമാഷ് പിന്നെ ഇത് ദുര്യോധന്റെ വേഷത്തിൽ ഇങ്ങനെ നിന്ന് ആടുക. അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെ കഥകളിപ്പഴം ഇങ്ങനെ കഥകളിപ്പദം
ഈ കഥകളി പദം പാടും. പച്ച കത്തി കരി താടി എന്നുള്ള ആ വേഷങ്ങളെ പറ്റി ഞാൻ വിശദീകരിച്ച് പറയുന്നത് കേട്ടങ്ങോട്ട് നിന്നോളാം കേട്ടോ. അപ്പൊ എന്താണ് പച്ച കത്തി കരി എന്ന് അറിയത്തില്ലല്ലോ, ഞാൻ പറഞ്ഞു തരാം. തൊട്ട് ഫ്രണ്ട് വിളക്ക് ജിജുമാഷ് ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഈ ദുര്യോധനുമായിട്ട് ഫസ്റ്റ് വേൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുക. ദുര്യോധൻ. ആ അപ്പൊ ഇതിന് ഇങ്ങനെ ഈ ദുര്യോധനും ശുഭ്രും ഭയങ്കര അടി. അപ്പൊ പറയുന്നത് ഞാൻ ഇങ്ങനെ ഈ ജിജുമാഷ് കളിച്ച് ലാസ്റ്റ് ഈ ദുര്യോധന സുപ്രനെ തുപ്പുന്ന ഒരു സീൻ വരും. തുപ്പല്ല, ഈ ഇങ്ങനെ കുത്തുന്ന ഒരു ഭയങ്കര കുത്ത്. അവസാനം സുന്ദരകാന്ഡം കഴിഞ്ഞ് കുത്തും. സുന്ദരകാന്ഡം കഴിഞ്ഞിട്ട് കുത്തും ജിജുമാഷ്. ഭയങ്കര കളിയാത്. ഇങ്ങനെ അങ്ങോട്ട് കളിക്കുവാ. ഇങ്ങനെ പിടിച്ചേ ഇങ്ങനെ കാല് പൊക്കി ഇങ്ങനെ സുപ്രന് ഒരൊറ്റ ചവിട്ടും. മറ്റേ നമ്മുടെ ഇതില്ലയോ ആഫ്രിക്കൻ മുഷിയില്ലയോ, ആഫ്രിക്കൻ മുഷിയുടെ പുറത്ത് ഒറ്റാല കമത്തുന്ന പോലെ നിലവിളക്കിന്റെ പുറത്തോട്ട് ഈ സാധനം വെച്ച് കമത്തി അങ്ങ് നിന്ന്. ആൾക്കാരെ കണ്ടിരുന്ന ആൾക്കാരല്ലേ ആൾക്കാർ പറയാ കത്തി വേഷം കത്തി അങ്ങോട്ട് കത്തി നേരെ താടി കയറി പിടിച്ചു. ഞാൻ അങ്ങോട്ട് പച്ചക്ക് എന്നും കത്തി പച്ച കത്തി അല്ല കരി ഉണ്ടല്ലോ. പച്ചക്കിന്ന് കത്തി കുറച്ച് കഴിയുമ്പോൾ കരിയായി. അവിടെ ഇത്തിരി കരി മാത്രമേ കിട്ടുള്ളൂ സംഭവം. ഇത് അത്ര സംഭവം കിട്ടുള്ളൂ. പഠിക്കണം ഒന്ന് കൊട്ടി നോക്കട്ടെ. അങ്ങനെ പോട്ടല്ലേ. ഇത് ഞാനും സക്കീർ ഹുസൈനും മാത്രമേ ഉള്ളൂ ഇതിനകത്ത് പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ. സക്കീർ ഹുസൈൻ സാറ് പിന്നെ ഇത് വായിച്ച തബല വായിച്ച കൈകട ചോര വന്ന്. ഞാനിതുപോലെ പൂരത്തിന് വായിച്ച ചോര വരുത്തിയതാ. തബല വായിച്ചാൽ ചോര വരും, പക്ഷെ ഇത് വായിച്ചിട്ട് എന്തോ ചോര വരും. ഞാൻ അടിക്കുന്ന കൂട്ടത്തിൽ നാശത്തിനിടയ്ക്ക് വിരൽ കയറി കഴിഞ്ഞാൽ കൈ വാങ്ങി ചോര വരുത്തില്ല. ആ പിന്നെ നമ്മളെ മട്ടന്നൂരൊക്കെ വിളിക്കും പോകത്തില്ല. പോകത്തില്ല സംഭവം പോകത്തില്ല. മട്ടന്നൂരിനെ പോലത്തെ ഒരു ആശാൻ വിളിച്ചിട്ട് പോയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് പറയണത്? അയ്യോ അവർ 4-5 മണിക്കൂർ ഇങ്ങനെ കൊട്ടിക്കിട്ട് കൈ കഴിക്കത്തില്ല. ചുമ്മാ അവരോടൊക്കെ ഇന്ന് കൊട്ടി കഴിഞ്ഞാൽ അതന്നെ പച്ചവെള്ളം പോലും കുടിക്കാൻ പറ്റത്തില്ല. പൂരത്തിന് കൊട്ടാൻ പോയിട്ട് 4-5 മണിക്കൂർ കൊട്ടിയിട്ട് ലാസ്റ്റ് കൈമണി കഴിച്ച് പറിച്ച് തിന്നേണ്ടി ഗതികൾ വന്നു. എനിക്കറിയോ വിശന്നിട്ട് അറിയോ. ആ വിലക്കൊന്നും ഞാൻ പോകത്തില്ല. ഒന്നും കൊട്ടി കാണിച്ചു എനിക്ക് 1 മിനിറ്റ് ട്യൂൺ ചെയ്യണം. സൈഡ് ഇങ്ങനെയാണോ ട്യൂൺ ചെയ്യുന്നത്? ഇങ്ങനെ ട്യൂൺ ചെയ്യണം. ഇത് 150 വർഷം പഴക്കമുള്ള കൈമണിയാണ്. 150 വർഷം പഴക്കമുണ്ടായിട്ട് ഒരു കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഈ 100 കൊല്ലത്തിന് മുമ്പ് ഇത്രേ ഉള്ളായിരുന്നു. അടിക്കടിക്ക് ഇങ്ങനെ 20 കൊല്ലം കഴിഞ്ഞാലേ ഇത് തലേ കമത്തിക്കൊണ്ട് മീൻ പിടിക്കാൻ പോ. ആ നല്ലല്ലേ? ബെറ്റയും പാക്കും ഉണ്ടോ? ഞാൻ ബെറ്റയും പാക്കും വേണേ ഒരു 100 രൂപയും കൂടി തരാം. അതാവുമ്പോ പഠിക്കാനല്ലേ. തരണ്ട. ഒരു ബെറ്റയും പാക്കും കിട്ടിയിരുന്നെങ്കിൽ ആ കാപ്പാടങ്ങൾ വെച്ച് എനിക്കൊന്ന് നമസ്കരിക്കാമായിരുന്നു. എല്ലാം കൂടി ഒന്ന് പഠിപ്പിക്കാമോ? നിങ്ങളല്ലേ കൈമണി കൈപ്പിഴ വിദ്യാനാണെന്നൊക്കെ പറഞ്ഞത്. പിന്നെ പത്തനംതിട്ട ഗ്രീൻ ആൻഡ് ഹോട്ടലിൽ പാലപ്പം ഉണ്ടാക്കിട്ടിരുന്ന ഞാൻ അങ്ങനെ മേളക്കാരനാവുന്നത്. പത്തനംതിട്ട ഗ്രീൻലാൻഡ് ഹോട്ടലില് പാലപ്പം ഉണ്ടാക്കാനാണോ ഇത് ഉപയോഗിച്ചത്? പാലപ്പം ഉണ്ടാക്കുന്ന സാധനമാണ്. ചൂട് കാരണം കിഴിഞ്ഞു പോയപ്പോ ഞാൻ അടച്ചാ ചേട്ടാ. ഗംഭീരമായിട്ട് ആ ക്യാരക്ടർ കൊണ്ടുപോയി അസലഡ് അവതരിപ്പിച്ചു അല്ലേ? ഇൻസ്റ്റന്റ് ഹ്യൂമറുകൾ ഉണ്ടായിരുന്നു. ഭയങ്കര ഫ്രഷ്നെസ് ആരെയും അനുകരിക്കാതെ സ്വന്തമായിട്ടുള്ള ഒരു ശൈലിയും. എന്താണ് പറയണത് നമുക്ക് അപ്പോഴും അല്ല, പല സിനിമാ സംവിധായകരും ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ ചാൻസ് ഞങ്ങളിൽ നിന്നല്ല കൊത്തിക്കൊണ്ടുവന്ന് നിൽക്കാണ് ഇതുപോലുള്ള പുതിയ ക്യാരക്ടേഴ്സ്. ഈ അദ്ദേഹം ആദ്യം ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി അവിടെ വന്നൊക്കെ നിന്നപ്പോ ആദ്യം ഒരു ചെറിയൊരു ഗ്രിപ്പിന്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അതങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി എന്തൊക്കെയോ ചെറിയ നമ്പറൊക്കെ ഇട്ട് നമ്മളെ അതിലേക്ക് അങ്ങ് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഏറ്റവും ലാസ്റ്റ് സീക്വൻസിലേക്ക് വന്നപ്പോ നമ്മളെ മുഴുവൻ ഇങ്ങനെ കയ്യിലെടുത്തു. കാരണം പറയുന്നത് മുഴുവൻ കൗണ്ടറുകളായിരുന്നു. പിന്നെ ഉള്ളത് ചില സമയത്ത് കേട്ടിട്ടില്ലേ ഈ വല്ലഭന് പുല്ലും ആയുധം എന്നൊക്കെ പറയുന്നത് പോലെ 2 ഈ പിത്തള ഈ മണിയും കൊണ്ട് അതെ ഞങ്ങളൊക്കെ സ്റ്റേജിൽ നിന്ന് ഒരുപാട് തവണ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ടാലേ പ്രേക്ഷകരെ കൈപിടി അടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് താടി കരിയൊക്കെ പറ്റിയുള്ള വിവരം നോക്കി.
പക്ഷേ അത് പറഞ്ഞ രീതിയാണ് അത് പറഞ്ഞ രീതിയാണ്. ചുമ്മാ ഇങ്ങനെ പറഞ്ഞു പോവുക പുള്ളി. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നി, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കലാമണ്ഡലം ജിജു. ആ സങ്കല്പിക്കാനൊക്കില്ല അങ്ങനെ ഒരു പേര്. അത് പറഞ്ഞപ്പോ തന്നെ ഒരു ഫ്രീക്ക് കഥകളി, സുപ്രബോധം ഒരു ഫ്രീക്ക് കഥകളി പറഞ്ഞ പോലെ. എനിക്ക് ആദ്യം ഒന്ന് പതറിയെന്ന് പറഞ്ഞ മറ്റൊന്നുമല്ല, നമ്മൾ ഒരാള് നല്ല സ്വരമുള്ള ഒരാൾ, നല്ല ബേസായിട്ട് സംസാരിക്കുന്ന ഒരാൾ എന്താണെന്നൊക്കെ ചോദിക്കുന്ന ഒരാളുടെ തലയിലോട്ട് ഒരു അരകല്ലെടുത്ത് വെച്ചാൽ അങ്ങനെ ഇരിക്കും. എന്താണെന്ന് ചോദിക്കുന്നില്ല. ഞാൻ വിചാരിച്ച ചെറിയ കൈമണി അവര് തരുന്നത്, ഇത് 6-7 കിലോ ഭാരമുണ്ട് ഈ സാധനത്തിന്. എല്ലാരും ചേർന്ന് കമാൻ. മനോജ് പത്തനംതിട്ട ഗംഭീർ ആർട്ടിസ്റ്റ് ആണ്. ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ചേട്ടൻ ഓർമ്മയുണ്ടോ? പ്രേംകുമാറിന്റെ അപരനായിട്ട്. എക്സാക്ട്ലി. അല്ല, അന്ന് ഞാൻ വിചാരിച്ച് ജസ്റ്റ് ഡൂപ്പ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാന്ന് വിചാരിച്ചു. പക്ഷെ ഇത്ര ടൈമിങ്ങും ഇത്ര സെൻസിബിൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാന്ന് എനിക്ക് ഇന്നാണ്. കാരണം ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് അതിൽ റിസർച്ച് നടത്തിയിട്ടാണ് ഈ കോമഡി ഉണ്ടാക്കാൻ സാധിക്കുക. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തൊരു സാധനമാണ് ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ട്, ഈ കൈമണി എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ട് ഒരു കോമഡി ഉണ്ടാക്കാൻ പറ്റും. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, വളരെ സീരിയസ് ആയിട്ട് കൊട്ടുന്നതാണ്. പക്ഷെ ഇതിലൊക്കെ ഇങ്ങനെ ഉണ്ടെന്നുള്ളത് ഇനി അവർ കൊട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, പരത്തിലുണ്ടോ. മറ്റൊന്നും എല്ലാവരും ഈ ഇതുപോലെയുള്ള സാധനങ്ങൾ ചെയ്യുമ്പോൾ, കോമഡിയുടെ ഈ സംസാരം പോലുള്ള സാധനങ്ങൾ ചെയ്യുമ്പോൾ ആ പഞ്ചിങ്ങിന് വേണ്ടിയിട്ട് ഒരു എടുത്തിട്ട് പറച്ചിലുണ്ട്. അതൊന്നും ഇല്ല. ഇത് വളരെ കൂളായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്ന, ചിരിക്കുന്നവർ ചിരിച്ചാൽ മതി എന്നുള്ള മട്ടിൽ പറഞ്ഞതാണ്. കൺഗ്രാറ്റുലേഷൻസ് മനോജ്, വെൽ ഡൺ. അപ്പൊ എല്ലാവരും ചേർന്ന് നല്ല കൈഡി കൊടുത്ത് മനോജിനെ ആനയിക്കുക. ഈസ്റ്റ് കോമഡി ഉത്സവം പവർഡ് ബൈ ഈസ്റ്റേൺ, കോ പവർഡ് ബൈ shawaramatrimony.com. ഇന്നത്തെ ഉത്സവം കൊടിയിറങ്ങാൻ സമയമായി. കൊടിയിറക്കത്തിനായി നമ്മുടെ കാര്യകർത്താക്കളെ സ്വാഗതം ചെയ്യുന്നു. ഗിന്നസ് പക്രു, കൊച്ചു പ്രേമൻ ചേട്ടൻ ആൻഡ് ടിനി ടോം. പ്രേമേട്ടാ, നമ്മുടെ കഴിഞ്ഞ 2 എപ്പിസോഡായിട്ട് പ്രേമേട്ടനാണ് നമ്മുടെ താരം. പ്രേമേട്ടന്റെ കഥാപാത്രങ്ങൾ കണ്ടു. എന്തായാലും ഒരു സമയം പോലും നിശബ്ദമായിരുന്നില്ല. ഇവിടെ പ്രോഗ്രാം നടക്കുമ്പോഴേ അതെ, അതൊരു ശീലമാണ്. ഒരു പോരായ്മ വരുമ്പോൾ അല്ലെങ്കിൽ നല്ലത് വരുമ്പോഴൊക്കെ നമ്മളിങ്ങനെ അതിലേക്ക് പറയാറില്ല. അതിനൊരു ഗ്യാപ്പ് കണ്ടെത്തുക ഈ മൂളലും മുക്കലും ഒക്കെ. നല്ല കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് നല്ലൊരു രീതിയെ നമ്മൾ പറയുന്നു. പക്ഷേ എടുത്തു പറയട്ടെ, നമ്മളെല്ലാവരും ഒരുപക്ഷെ മലയാളികള് ഈ നമ്മുടെ എന്താ പറയണ ഒരു പാരലൽ സിനിമ അല്ലെ ആർട്ട് സിനിമ പലപ്പോഴും കാണാറില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാരുടെ വില നമ്മൾ മനസ്സിലാക്കാറില്ല. ഇപ്പോഴും കോമഡി മാത്രം അവതരിപ്പിക്കുന്ന ആളെന്നാണ് നമ്മൾ വിചാരിക്കുക. നമ്മുടെ മലയാളത്തിനെ റെപ്രസെന്റ് ചെയ്ത് ലോകത്തിലെ ഏതാണ്ട് ഒരുവിധം നല്ല ഫെസ്റ്റിവലുകളിലെല്ലാം പോയ ഒരു സിനിമയിലെ പ്രധാന നടൻ, അതിനകത്തുനിന്ന് ഒരുപാട് അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ പ്രേമേട്ടൻ. ഈസ്റ്റ് കോമഡി ഉത്സവം പവർഡ് ബൈ ഈസ്റ്റേൺ, co-powered by shawaramatrimony.com. We'll come back later. See you all next time. Bye. Take care. Costume courtesy Mithun, Tini Tom and Guinness Pakru. Foremost, Vaitila, MG Road, Ernakulam and Chalakudi.